പ്ലസ് ടുവിൽ തോക്കാൻ ഞാൻ 3 സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഈ 3 സിമ്പിൾ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് തോക്കാൻ പറ്റും. ഇനി തോക്കാനല്ല ജയിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഈ ഒരു 3 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാതിരുന്നാലും മതി. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, സാർ എങ്ങനെ നമ്മൾ തോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ ജയിക്കില്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. എന്നാൽ റിയാലിറ്റി അങ്ങനെയല്ല. കാരണം എല്ലാ വർഷവും നമ്മൾ നോക്കിയാൽ 22% സ്റ്റുഡൻസ് എല്ലാ വർഷവും പ്ലസ് ടു സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ്ലി ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഈ പ്ലസ് ടു ക്ലാസ്സിൽ ഈ ഒരു വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളാണെങ്കിൽ അതിൽ 10 കുട്ടികൾ ഈ വർഷം തോക്കാൻ പോവാണ്. ഇത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി. അപ്പം തോക്കാൻ അത്ര ബുദ്ധിമുട്ടല്ല. കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് തോക്കാം. അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ തീരെ ചെയ്യാതെ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ വളരെ നല്ല മാർക്കോടുകൂടെ നിങ്ങൾക്ക് ജയിക്കാനും പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാർട്ടിങ്. നിങ്ങൾ വിചാരിക്കും സാർ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പ്രശ്നം അല്ലേ, സ്റ്റാർട്ടിങ് ലേറ്റ്, കുറേ ലേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമായിരിക്കും. അതുപോലും അല്ല, നിങ്ങൾ ലേറ്റ് ആയിട്ട് പോലും സ്റ്റാർട്ട് ചെയ്യണം തോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൺ ടൈം സ്റ്റാർട്ട് ചെയ്താൽ, അതായത് നിങ്ങൾ സ്കൂളിൽ തുടങ്ങുക ക്ലാസ് അപ്പം തുടങ്ങിയാലും നിങ്ങൾ തോക്കും. നിർബന്ധമായിട്ട് തോക്കണമെന്നില്ല, പക്ഷെ തോക്കാനാണ് ചാൻസ് കൂടുതൽ. ഇത് ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്ക്. പ്ലസ് വണ്ണിൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഫിസിക്സിൽ, മാത്സിൽ, ബയോളജിയിലൊക്കെ എത്ര ചാപ്റ്റേഴ്സും എത്ര കണ്ടന്റും ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 20% കൂടുതൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടാവും. കുറവല്ല, 20% കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് മാത്സും ഫിസിക്സും നോക്കിയാൽ കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ചാപ്റ്റേഴ്സ് കൂടിയില്ലെങ്കിലും കണ്ടന്റ് വൈസും അതിന്റെ ഡിഫിക്കൽട്ടി വൈസും ബുദ്ധിമുട്ട് കൂടുതലാണ്. മാത്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ വേറെ ലെവലിലാണ്. ഈവൻ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നിങ്ങൾ പഠിച്ച പ്ലസ് വൺ വെറും ബേസിക്സ് ആണ്. അതിന് ശരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിനാണ്. അതൊരു കാര്യം. ഇതുകൂടാതെ പ്ലസ് വണ്ണിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പ്ലസ് ടുവിൽ കയറി വരുന്നുണ്ട്. നിങ്ങൾ പ്ലസ് വണ്ണിന് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നുണ്ട്, അതിന്റെ കാര്യം അവസാനം അത് നോക്കേണ്ടി വരും. ലാബ്, അതിന്റെ റെക്കോർഡ് ഫില്ലിങ്, അതിന്റെ എക്സാം, അതൊക്കെ ജാനുവരിയിലാണ് നടക്കാൻ പോകുന്നത്. ഇതുകൂടാതെ നിങ്ങൾ വല്ല എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും. സോ സ്റ്റാർട്ടിങ് ഓൺ ടൈം മതിയാവില്ല. നിങ്ങൾ ഓൺ ടൈം, അതായത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു 4-5 ചാപ്റ്റർ വരെ മാക്സിമം നിങ്ങൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്കൂളിൽ ചിലപ്പോൾ പഠിപ്പിക്കും, നല്ല മനസ്സിലാക്കിയൊക്കെ പഠിക്കും. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഒരു ഡിസംബർ ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴത്തേക്കും സിലബസ് തീർന്നിട്ടുണ്ടാവില്ല. മിനിമം ഒരു 3-4 ചാപ്റ്റേഴ്സ് ബാക്കി കിടക്കും. ഇത് എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യമാണ്. ആ 3-4 ചാപ്റ്റേഴ്സ് ഒന്നെങ്കിൽ ഓടിച്ചൊരു പഠിത്തം കൊണ്ട് പഠിപ്പിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കുക പോലും ഉണ്ടാവില്ല. പല സ്കൂളിൽ വെറുതെ നോട്ട് തന്നിട്ട് നിങ്ങൾ പോയി പഠിച്ചോളാൻ പറയും. പല സബ്ജക്ട്സിനും ആ അവസാനത്തെ 3-4 ചാപ്റ്റർ ചെറുതാണെങ്കിലും അത് വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ പാസ്സാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാവുന്ന ആ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദ ഓൺലി സൊല്യൂഷൻ ഇസ് യു സ്റ്റാർട്ട് ഏർലി. സ്കൂള് വേറെ തുടങ്ങാൻ വേണ്ടി വരുന്നത് ഏറ്റവും ചെയ്യേണ്ടതൊക്കെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നേരത്തെ തുടങ്ങിയിട്ട് നിങ്ങൾ പ്ലസ് ടു ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അടുത്ത കോളേജിൻ്റെ അഡ്മിഷൻ ആവുന്നവർ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. ചില്ലടിക്കടോ ഫുള്ള്. നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ പബ്ലിക് എക്സാം കഴിയുമ്പോൾ തോക്കോ എന്നുള്ള പേടിയായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് കൊണ്ടുള്ള പേടിയായിരിക്കും. ആ പേടി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വെക്കേഷൻ പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം യു സാക്രിഫൈസ്, കുറച്ച് സമയം, ഒരു മാസം അത്രയല്ലേ ഉള്ളൂ. അപ്പം നേരത്തെ തുടങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്ലസ് ടു ബാച്ച് നമ്മൾ 27 ഏപ്രിൽ മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഭയങ്കര നേരത്തെയാണെന്ന് പോലും ഞാൻ പറയില്ലേ. ഇത് ഓൺ ടൈം, ഇതാണ് ഓൺ ടൈം. മനസ്സിലല്ലേ? അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ട്യൂഷനിൽ പഠിക്കുന്ന എവിടെയാണെങ്കിലും സ്റ്റാർട്ട് ഏർലി, നേരത്തെ തുടങ്ങുക. മനസ്സിലല്ലേ? എന്തായാലും നമ്മൾ പരിപാടി തുടങ്ങാൻ പോകണം. വേണ്ട, നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ഓൺ ടൈം പോലും സ്റ്റാർട്ട് ചെയ്താൽ കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് അത്രത്തോളം കാര്യങ്ങളാണുള്ളത്. അത്രത്തോളം കാര്യങ്ങൾ പിന്നെ റിവൈസ് ചെയ്യാനുണ്ട്. ഒക്കെ റിവൈസ് ചെയ്യണ്ടേ? നല്ല മര്യാദയ്ക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അത് റിവൈസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വേറെ ഉണ്ട്. പല കുട്ടികളും പ്ലസ് വണ്ണിൽ എങ്ങനെയാണ് പഠിച്ചത്? ഫിസിക്സ് എക്സാം കഴിയുമ്പോൾ അറിയായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും ഇത് എനിക്കറിയില്ല, ഇത് ഡെറിവേഷൻ ചോദിച്ചില്ല എന്നൊക്കെയായിരുന്നു കംപ്ലൈൻറ്റ്. ഡെറിവേഷൻ ചോദിച്ചത് ഞാൻ ചോദിച്ചില്ല, പക്ഷെ ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു, പേപ്പർ ഭയങ്കര സിമ്പിളായിരുന്നു, പക്ഷെ എനിക്കറിയില്ല. അതെന്തുകൊണ്ടാണ്? പല ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ കോൺസെപ്റ്റ് അതിൻ്റെ ശരിക്കും സാധനം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്ത് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് തലേ കയറ്റിയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. അത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ അതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഈവൻ മാത്സ് ആയിക്കോട്ടെ, സാധനം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം.
ആ സാധനം മനസ്സിലാക്കി പഠിക്കേണ്ട സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ സ്റ്റാർട്ട് ഏർലി. അപ്പോൾ ഈ സാധനം മനസ്സിലാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ ഈവൻ പരീക്ഷ സിമ്പിളായിട്ട് വന്നാൽ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ സിമ്പിളായിട്ട് വന്നാൽ ഈ കോൺസെപ്റ്റ് ജസ്റ്റ് അറിയുമെന്നായിരിക്കും അവർ നോക്കി പോകുന്നത്. പ്രീവിയസ് ഇയർ ചോദ്യം പോലും അവർ ചോദിക്കില്ല. അപ്പോൾ കോൺസെപ്റ്റ് അറിയാത്ത കുട്ടി, നിങ്ങൾ പ്രീവിയസ് ഇയർ ഒക്കെ ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവുക, കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും സിമ്പിളസ്റ്റ് പേപ്പറിൽ പോലും നിങ്ങൾ തോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും വിചാരിക്കേണ്ട ടഫ് പേപ്പർ വന്നാലേ ഞാൻ തോക്കുള്ളൂ. അല്ല, ഏറ്റവും സിമ്പിൾ പേപ്പർ വന്നാലും ചിലപ്പോൾ തോക്കും. ചിലപ്പോൾ ഇത് ചെയ്തില്ലേ തോക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അതിനുള്ള ക്ലാസ്സുകൾ കണ്ടെത്തുക. മനസ്സിലായി? എവിടെ നിന്നാണെങ്കിലും ഇഫ് യുവർ സ്കൂൾ, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടാൽ മതി, ട്യൂഷൻ കിട്ടുന്നാൽ മതി, ഓൺലൈൻ ക്ലാസ് കിട്ടുന്നാൽ മതി. എവിടെ നിന്നാണെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ വെറുതെ നോട്ട് വെച്ചിട്ട് പഠിക്കുക, നോട്ട് ബൈ ഹാർട്ടാക്കി പോവുക, കുറെ ചോദ്യങ്ങൾ പഠിക്കുക, ആ പരിപാടി ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കുന്ന എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കുന്ന അത്രത്തോളം നല്ലത്. ഇത് ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്രമൊന്നല്ല, എല്ലാ സബ്ജക്ട്സിനും അപ്ലിക്കബിൾ ആണ്. എല്ലാ സബ്ജക്റ്റ്, ഈവൻ മാത്തമാറ്റിക്സിൽ പോലും ആ സാധനം മനസ്സിലാക്കാത്ത കുട്ടിക്ക് എത്ര ചോദ്യം നിങ്ങൾ പഠിച്ചു പോയിട്ടും കാര്യമില്ല എന്നാണ് സത്യം. നിങ്ങൾ പ്ലസ് വണ്ണിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിലാക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് റിവൈസ് ചെയ്യാതിരിക്കുക. ആ സാർ റിവിഷനൊക്കെ നമ്മൾ ചെയ്യുന്നല്ല, എക്സാമിൻ്റെ സമയം നമ്മൾ ഭയങ്കര റിവിഷൻ അല്ലേ? ആ റിവിഷൻ അല്ല ഞാൻ പറയുന്നത്. അതെല്ലാവരും ചെയ്യണം. അത് റിവിഷൻ പോലും അല്ല, അത് വരെ നമ്മൾ ഓടിച്ച് നോക്കുകയാണ് പഠിച്ച കാര്യങ്ങൾ. റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പബ്ലിക് എക്സാമിന് സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് റെഗുലർ പ്രോസസ് ആയിരിക്കണം അത്. നിങ്ങൾ ഈ ഒരു ആഴ്ച അല്ലെ 2 ആഴ്ച കൊണ്ട് ഫിസിക്സിന് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? പബ്ലിക് എക്സാമിന്റെ സമയം വരെ ആ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റണം. സാർ അതെങ്ങനെ ഞങ്ങൾ ഓർത്തിരിക്കുക? ഞങ്ങൾ ഇപ്പോഴല്ലേ പഠിക്കുന്നത്, പബ്ലിക് എക്സാം കുറേ നാൾ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ എടോ, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന സാധനം നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വൈ ആർ യു സ്റ്റഡിങ് നൗ? ഇപ്പം എന്തിനാ പഠിക്കുന്നത്? അപ്പോൾ പഠിച്ചാൽ പോരെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം, നിങ്ങൾ ഫിസിക്സിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നതായിരിക്കില്ല, വളരെ 1% കുട്ടി പോലും അത് പോകുന്നുണ്ടാവില്ല. നിങ്ങൾ ഫിസിക്സിൽ PhD എടുക്കാൻ പോകുന്നില്ല അടുത്ത വർഷം പോയിട്ട്. അപ്പം നിങ്ങൾക്ക് ഫിസിക്സ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾക്ക് കാര്യം ഉണ്ടാവണമെങ്കിൽ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടണം. മാർക്ക് കിട്ടണത് ഓർമ്മ ഉണ്ടാവണം. ഓർമ്മ ഉണ്ടാകണമെങ്കിൽ റെഗുലർ ആയിട്ട് റിവിഷൻ ചെയ്യണം. ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് ഒരു ഫിസിക്സ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ റിവൈസ് ചെയ്ത് പറ്റുള്ളൂ. അതിന് സമയമില്ല എന്ന് പറയരുത്. സാർ ഇതൊക്കെ ചെയ്യാനെങ്കിൽ സമയം ഉണ്ടാക്കണം. അത്ര സമയം എടുക്കില്ല നിങ്ങൾ വിചാരിക്കുന്നില്ലേ. നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. മനസ്സിലല്ലേ? അത് ചെയ്തില്ല എന്താ സംഭവിക്കുക? ചെയ്തില്ലേ നിങ്ങൾ പഠിക്കുക, സമയം വേസ്റ്റ് ആക്കാടോ. ആ സമയം കൊണ്ട് വലിയ ഗെയിം കളിച്ച് നടക്കുക നല്ലത്. കാരണം എന്തിനാ പഠിക്കുന്നത്? കാരണം എന്തായാലും പബ്ലിക് എക്സാം മറന്നു, വീണ്ടും പഠിക്കേണ്ടി വരും. നിങ്ങൾ പ്ലസ് വണ്ണിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം പഠിച്ചു പിന്നെ മറന്നുപോയി, പിന്നെ വീണ്ടും ഒരു പഠിക്കുന്നില്ല, അതേറ്റ് കാണുന്നില്ല. അങ്ങനെയാണ് പിന്നെ ആദ്യം പഠിക്കണ്ടല്ലോ, അത് ചില്ല് ചെയ്ത് കിടക്കലേ നല്ലത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ റെഗുലർ റിവിഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് ആദ്യം ഞാൻ പറയുന്ന കാര്യമല്ല, പ്ലസ് 1 തുടങ്ങിയപ്പോഴും 10ാം ക്ലാസ്സിൽ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത് എത്ര ചെയ്താലും, എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്താലും, എത്ര കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലും ഈ റെഗുലർ റിവിഷൻ നിങ്ങളുടെ ഭാഗം, നിങ്ങളുടെ ഈ ഒരു ഷെഡ്യൂളിലില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ തോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തോക്കാൻ ആക്ച്വലി ഭയങ്കര ഈസിയാണ്. ഇതിൽ എല്ലാ സ്റ്റെപ്പ് പോലും ഫോളോ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു 2 സ്റ്റെപ്പ് ഇതിൽ ഫോളോ ചെയ്താൽ നിങ്ങളെ 20% ഇസ് നോട്ട്, വളരെ കുറേ ചെറിയ നമ്പർ ഒന്നുമല്ല, 2% ഒന്നുമല്ല, വലിയ നമ്പറാണത് അല്ലേ? അതിൽ പെടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ അതിൽ പെടുത്തുകയല്ല, അതിലെങ്ങനെ പെടാതിരിക്കാം. അല്ലെ, വളരെ ഒബ്വിയസ് ആയിട്ട് വലിയ ഒരു റോഡിൽ, ഇത്ര വലിയ റോഡാണെങ്കിൽ അത്യാവശ്യം സാമാന്യം വലിയൊരു കുഴിയാണ്. എന്തിനാ വെറുതെ അറിഞ്ഞുകൊണ്ട് ആ കുഴിയിൽ പോയി ചാടുന്നത്? ആ കുഴി അവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചെന്നില്ലേ? അത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല, സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണ് മക്കളെ. ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ വീഴാൻ പാടില്ല. കൂടുതലൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.